നമസ്കാരം ചങ്കുകളെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഫ്രൈഡ് റൈസ്. എന്നാൽ നമുക്കിന്ന് ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസ് ആയ നാസി ഗോറിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ആദ്യം നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാം. ഗാർലിക്കും ഒണിയനും ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ബീൻസും കൂടി ഇതുപോലെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു ക്യാരറ്റ് കൂടി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ക്യാബേജും സ്പ്രിംഗ് ഓണിയനും കൂടി ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള റൈസ് കുക്കാക്കി എടുക്കാം. വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിക്കുന്നത് റൈസുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്രൈഡ് റൈസിനുള്ള റൈസ് കുക്കാക്കി എടുക്കുമ്പോൾ ഓവർ കുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക്കിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ കൂടി ഇട്ട് കൊടുക്കാം. ഓണിയനും കൂടി ഒന്ന് വാടി വരുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചിക്കൻ കൂടി വെന്ത് വരുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ കൂടി കുക്കായി വരുമ്പോൾ വെജിറ്റബിൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസ് ആണ്. ഇന്തോനേഷ്യക്കാർ ഒരുപാട് സ്പൈസി കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രൈഡ് റൈസ് നല്ല സ്പൈസി ഫ്രൈഡ് റൈസ് കൂടിയാണ്. ഇതിലേക്ക് ഒരു ചില്ലി സോസ് കൂടി നമുക്ക് ആഡ് ചെയ്യണം. അത് റെഡ് ചില്ലിയും ക്യാപ്സിക്കവും ഓണിയനും കൂടി അരച്ചുള്ള ഒരു സോസാണ്. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട കൂടി ചേർത്ത് മുട്ടയും വെജിറ്റബിളും എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് സ്പൈസി സോസായ ചില്ലി സോസും ഓയിസ്റ്റർ സോസും സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ റൈസ് ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസ് ആയ നാസി ഗോറിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി ഒരു ഡിഷാണ്. നല്ല സ്പൈസി ഫ്രൈഡ് റൈസ് കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആ ബെല്ലൈക്കനൊക്കെ അങ്ങ് അടിച്ചങ്ങ് പൊട്ടിച്ചേക്കും. ഇനി നമുക്ക് ഈ റൈസിന് ഗാർണിഷിനായി ഒരു ഫ്രൈഡ് എഗ് കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ.